തനതെന്ന് കരുതി തലയാട്ടണ്ട. ഇത് മോഹിനിയാട്ടം മെയ്ഡ് ഇൻ ജപ്പാൻ. വേദിയിൽ ഒരു മോഹിനി ആടി തിമിർക്കുന്നു. ദേശാന്തരങ്ങളെ ഭേദിക്കുന്ന കല സദസ്സിനെ കയ്യിലെടുക്കുന്നു. പ്രേമാതുരനായ ചങ്ങമ്പുഴയുടെ മണ്ണിൽ മോഹം തീർക്കുകയാണ് കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം. To Natana Kairari to study under my guru Nirmala Panikkar. Before I used to go to America and I was more into Western cultures, but after coming to Kerala, I fell in love, I guess, with the lands, and so I'm coming here every year. കയ്യും മെയ്യും കാലും പോലെ കണ്ണിന്റെ ചലനങ്ങളും മോഹിനിമാർക്ക് പ്രധാനം. അതിഥി എന്നൊരു സൂചന നൽകുന്നത് അതേ കണ്ണുകൾ മാത്രം. ഉദയസൂര്യന്റെ മണ്ണിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തി പതിറ്റാണ്ടിന്റെ സബര്യ സാക്ഷാത്കരിക്കപ്പെടുന്ന അപൂർവ നിമിഷം. 大好きなケーララの土地、そしてケーララの人々、ありがとうございます。また今後もモヒニアッタムケーララで踊りたいですし、日本でもഇങ്ങനെ ഒരു വേദി തന്നതിന് നമ്മോടും നമ്മുടെ കൊച്ചിക്കാരോടും കേരളത്തിനോടും ഒക്കെ നന്ദി പറയുകയാണ് നമ്മുടെ കേക്കോസാൻ. അങ്ങനെ കടൽ കടന്നെത്തി നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ കലയെയും കേരളത്തെയും സ്നേഹിക്കുന്നതിന് കേക്കോസാനെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റിപ്പോർട്ട് ചെയ്ത ആദിത്യ തന്നെയുണ്ട്. ആദിത്യ, ഗുഡ് മോർണിംഗ്. കുറേ ആയാലും ആദിത്യരെ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അഞ്ജിത. ശരി, ഞാൻ ആദ്യൻ്റെ ആ സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ജപ്പാൻ്റെ മോഹി, അതായത് ഈ മലയാളത്തിൻ്റെ മോഹിനിയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ കേക്കോയെ കാണുന്ന സമയത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട്. എനിക്ക് ആ കണ്ണുകളിൽ പോലും അവരൊരു ജപ്പാൻകാരിയാണ് എന്ന് തോന്നിയിട്ടേ ഇല്ല. കാരണം കണ്ണൊക്കെ നീട്ടി വരച്ചതുകൊണ്ടും അവരുടെ ഭാവങ്ങൾ, ആ കണ്ണിൽ വരുന്ന ഭാവങ്ങളൊക്കെ അത്രമാത്രം മനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പൂർണ്ണാർത്ഥത്തിൽ മോഹിനിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ആ വേദിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് കേക്കോ ഒക്കാനയ്ക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടാവാനുള്ള കാരണം? എങ്ങനെയാണ് കേക്കോ ഒക്കാന ആ മോഹത്തിന് വേണ്ടി എപ്പോഴാണ് കേരളത്തിലേക്ക് എത്തിയത്? എത്ര കാലമായി മോഹിനിയാട്ടം പഠിക്കുന്നു? എന്തൊക്കെയാണ് കേക്കോ ഒക്കാനയുടെ ഞങ്ങൾ ഇപ്പൊ കാണാത്ത വിശേഷങ്ങൾ? അഞ്ജിത പറഞ്ഞതുപോലെ മോഹിനിയാട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് ലാസ്യം. ആ ലാസ്യഭാവം അതിൽ ലയിച്ച് നമ്മളെ ഓരോരുത്തരെയും ഒരു മലയാളി മങ്കയായിട്ട് മനോഹരമായ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയാണ് കേക്കോ. കേക്കോയെ ഈ 14 വർഷമായി കേക്കോ മോഹിനിയാട്ടം അഭ്യസിക്കുന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജപ്പാനിൽ വെച്ചാണ് കേരളത്തിൻ്റെ കലകളോടും അല്ലെങ്കിൽ കലയോട് അതിയായ അഭിനിവേശമുള്ള കേക്കോ ഒരു യൂറോപ്യൻ പര്യടനവും ഒക്കെ കഴിഞ്ഞ് അമേരിക്കയിലൊക്കെ പോയതിന് ശേഷമാണ് കേരളത്തിലെത്തുന്നത്. അങ്ങനെ അന്നു മുതൽ നടന കൈശികിയിൽ അഭ്യാസം തുടങ്ങി. അങ്ങനെ 14 വർഷമായി കേക്കോ മോഹിനിയാട്ടം അഭ്യസിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി വരും, ഇടയ്ക്ക് ജപ്പാനിൽ സ്വന്തം നാട്ടിൽ പോകും, തിരിച്ചു വരും, വീണ്ടും പഠിക്കും, തിരിച്ചു വരും. അങ്ങനെ പക്ഷേ ഇത്ര വർഷമായിട്ട് പോലും ഈ വലുതായി പ്രശസ്തിയോ അത്തരം കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു കേക്കോ. അതുകൊണ്ട് തന്നെ ചെറിയ അരങ്ങുകളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും തൻ്റെ കളരിയോടും ഒപ്പമൊക്കെ ചേർന്ന് ചെറിയ ചെറിയ അരങ്ങുകളിൽ ഈ കേക്കോയുടെ പ്രകടനം ഒതുങ്ങിപ്പോയി. ഇപ്പോഴാണ് കേക്കോ ഒന്ന് പുറം ലോകത്തെത്തുന്നത്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസറായി കേക്കോ മാറുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതൊക്കെ തരത്തിലേക്ക് വളരെ പ്രൊഫഷണലായ ഒരു നർത്തകിയായി കേക്കോ മാറുകയാണ്. അതുപോലെ തന്നെ കേക്കോ നമുക്ക് നന്ദി പറയുന്നത് അവരുടെ മാതൃഭാഷയിലാണ്. ഏറ്റവും ഒടുവിൽ കേക്കോക്ക് ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ കേക്കോ സ്വയം തീരുമാനമെടുക്കുകയാണ്. അവരുടെ മാതൃഭാഷയിൽ അവർ നമ്മോട് നന്ദി പറയുകയാണ്. അത് നമ്മുടെ പൈതൃകത്തെ ചേർത്ത് പിടിച്ച്, നമ്മുടെ മോഹിനിയാട്ടത്തെ ചേർത്ത് പിടിച്ച് കേക്കോ അവരുടെ മാതൃഭാഷയിൽ നമ്മളോട് നന്ദി പറയുമ്പോൾ നമ്മൾ മലയാളത്തിനോ അവരോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കേക്കോയെ നമ്മളും ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. മോഹിനിയാട്ടത്തിനെ അതിന്റെ എല്ലാ സ്വത്വത്തോടും കൂടി ചേർത്ത് പിടിക്കുന്ന കേക്കോ നമുക്കും അഭിമാനമാണ്.